എടീ, ഒരു മിനിറ്റ്. ആ, ഇനി പറഞ്ഞു. എന്ത് പറയാനാ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? അവള് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാ ഇവിടെ കിടന്നു. എടി, എന്ത് ചെയ്യാനാ? അത് അവളുടെ പ്രായത്തിന്റെ അല്ലേ. അവൾക്ക് 10-12 വയസ്സല്ലേ ആയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോഴങ്ങ് മാറിക്കുള്ളൂ. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ പറയണത്? റിമോട്ട് എടുത്ത് നിലത്തിട്ട് പൊട്ടിച്ചു, അതുപോലെ ടേബിളിൽ പ്ലേറ്റ് വെച്ച് അതും പൊട്ടിച്ചു കളഞ്ഞു. എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ആ മിണ്ടാപ്രാണിയെ പോലും എന്നെ ഉപദ്രവിക്കേണ്ട, ആ മിണ്ടാപ്രാണീനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇങ്ങനെ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് അവളുടെ വാശിയല്ലേ, സ്ഥിരമുള്ളതല്ലേ. അവൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. നിങ്ങളും ഇത്തരം വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ? എല്ലാ പെരുമാറ്റ രീതികളും നമ്മൾ കണ്ടുപഠിക്കുന്നവയാണെങ്കിൽ കൂടി ഇത്തരം ദേഷ്യപ്രകടനം ഒരുപക്ഷെ ഇന്റർമിറ്റന്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന പെരുമാറ്റ വൈകല്യത്തിന്റെ ലക്ഷണമാവാം. ഇത്തരം പെരുമാറ്റ വൈകല്യമുള്ള വ്യക്തികൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അനിയന്ത്രിതമായ രീതിയിൽ ദേഷ്യപ്പെടുകയും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം വ്യക്തികൾക്ക് കൃത്യമായ രീതിയിൽ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിലൂടെയും സമ്മർദ്ദം അതിജീവിക്കാനുള്ള വിദ്യകൾ സ്വായത്തമാക്കുന്നതിലൂടെയും റിലാക്സേഷൻ ടെക്നിക്കുകൾ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇനി അഥവാ ആവശ്യമെങ്കിൽ മരുന്നുപയോഗിച്ചും ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് സൈക്കോളജിസ്റ്റിനെ സന്ദർശിക്കുക.